Hello guys, welcome back to our YouTube channel. വെൽക്കം ബാക്ക്. ഇന്നത്തെ പരിപാടി അപ്പൊ നമ്മൾ ഗൈസ് ഇന്ന് അത്താഴത്തിന് വേണ്ടി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതെ അപ്പൊ നമുക്ക് നേരെ ആ പരിപാടിയിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, കമോൺ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുക്കറി ആയിട്ടുള്ള ഷെഫ് ആയിട്ടുള്ള അബ്ദുൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കമോൺ ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ അപ്പൊ അങ്ങനെയാണ് ഇങ്ങോട്ട് ഇവിടെയാണ് കറക്റ്റ് വിളിച്ചത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്താഴത്തിന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ബാംഗ്ലൂരിൽ എങ്ങനെ നമുക്ക് അത്താഴത്തിന് കുക്ക് ചെയ്യാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ദേഷ്യത്തോടെ പറയില്ല, അങ്ങനെ സാവധാനം പറഞ്ഞാൽ മതി. ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം അരി എടുത്ത് കേൾക്കുക. ഓക്കെ, കിച്ചൺ ഞാൻ നാട്ടിൽ പോയി വന്നിട്ടതിന് ശേഷം ഇവിടെ മൊത്തം അലമ്പായിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് മാത്രമാണ്. ഇതിപ്പോ ഞാൻ ഇവിടെ 2 ദിവസം കണ്ടിന്യൂ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ക്ലീൻ ആവും. നിങ്ങൾ ഇതിന് വഴിയെ കാണാൻ പറ്റും. കാരണം ഗൈസ് പിന്നൊരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ ദിവസമായി വീഡിയോ എടുക്കും. കാരണം എന്താ പറഞ്ഞിട്ട് സജു, കാരണം നമ്മള് റൂമൊക്കെ മാറി കൊറേ ഗ്യാപ്പായി. ഇങ്ങനെ എക്സാം ആയിരുന്നു. അതാണ് റൂം മാറുന്ന ടൈമില്. അതെ. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ അപ്പാർട്ട്മെന്റിലേക്ക് മാറി. അപ്പൊ അതിന്റെ വീട് നമ്മൾ വേറെ തന്നെ ഇടണമായിരിക്കും. എന്താ അപ്പാർട്ട്മെന്റ് ടൂർ അല്ലെ, അങ്ങനെ അതുപോലെ നമ്മൾ കുറെ അടുത്ത് ഓരോരോ വീടുകളിൽ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്താഴത്തിന് വേണ്ടി കുക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് വീഡിയോയിലോട്ടുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഫാമിലിയിലേക്ക് ഒരു അതിഥിയും കൂടി വന്നിട്ടുണ്ട്. എന്താണ്, ഷിയാണോ ഹിമ്മാണോ? ഇത് ആണാണ് ബോയ് ആണ് ഗൈസ്. ടുട്ടു നമ്മുടെ ടുട്ടു. നമുക്ക് ഇനി എന്ത് പെറ്റ് കിട്ടിയാലും നമ്മൾ അതിനെ ടുട്ടു എന്നാണ് വിളിക്കുക. കാരണം നമുക്ക് ടുട്ടു പറഞ്ഞ ഒരു ടുട്ടു ആണ്. ടുട്ടുന്റെ പേരാരാ തന്നെ? ഗൈസ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ പരിപാടി കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഓരോന്നോരോ എന്താ ടുട്ടുവിന്റെ പേര് സജു. എന്റെ ഗേൾഫ്രണ്ടിന്റെ പട്ടിയുടെ പേരാടാ ടുട്ടു. ആ ചരിത്രം അതെ. കേസപ്പോ നമ്മള് ഗ്യാസ് സഡൻലി പെട്ടെന്ന് തീർന്നു പോയി ഗൈസ്. ദാറ്റ്സ് വൈ നമ്മള് ഇതിൽ ബുക്ക് ചെയ്യാണ്. ഓക്കെ, ഇതിൽ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ ഇതൊന്നും എന്തെങ്കിലും ഉണ്ടോ അബ്ദു? ഒന്നുമില്ല, കാരണം അബ്ദുവിനാണ്. നമുക്ക് എന്തായാലും അങ്ങനെയാണ് ഗൈസ്. ഇത് എത്ര ടൈം എടുക്കും? ഒരു വിസിലൊരു 10 മിനിറ്റ് അതെ തന്നെ. അപ്പൊ നമ്മളിപ്പോ ഏകദേശം സമയം 9 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ അത്താഴത്തിന് എപ്പോഴാണ് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഏകദേശം ഒരു 5:30 ആകുമ്പോഴാണ് 5:30 ആകുമ്പോഴാണ് നമ്മൾ ബാങ്ക് വരുന്നത് അല്ല അബ്ദു? അപ്പൊ 5:30 ആകുമ്പോഴാണ് നമ്മൾ ബാങ്ക് വരുന്നത്. അപ്പൊ അതുവരെ കളിയുണ്ട്. റയൽ അത്ലറ്റിക്കോടെ കളിയുണ്ട്. കളി കാണും. 5:20 ഗൈസ് ബാങ്ക്. അല്ലെങ്കിൽ ആൾക്കാർ മാറിപ്പോണ്ട കേട്ടോ. അപ്പൊ കളി കാണും. എന്നിട്ട് ആരൊക്കെയാണ് കളി? റയൽ അത്ലറ്റിക്. റയൽ അവരൊക്കെ തന്നെയാണ് കളിക്കണത്. അപ്പൊ നമ്മൾ അധികം നല്ല കണ്ടി കുറച്ച് എനിക്ക് അസൈൻമെന്റ് കുറച്ച് തോനെ എഴുതാണ്ട് ഗൈസ്. നമ്മുടെ നാട്ടിൽ പോയപ്പോഴത്തേനും കുറെ അസൈൻമെന്റ് വന്നിട്ടുണ്ട്. എന്താല്ലേ ഗൈസ്? അപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൈൻമെന്റ് എഴുതാണ്ട് അതൊക്കെ എഴുതിയാകുമ്പോഴത്തേനും കുറച്ച് സമയമൊക്കെ ആയി. പിന്നെ കളിയൊക്കെ കണ്ട് നല്ല ഫുഡ് കഴിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. അതാണ് പ്ലാൻ. നീ പറഞ്ഞു ഇപ്പം ഫുഡ് കഴിക്കണ കളി സമയത്താണോ ഇത്? ഞാൻ മൊത്തം പറയട്ടെ ഒന്ന്. ഓക്കെ, പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ കുറെ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഗൈസ്. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്തായാലും വീഡിയോ ഒക്കെ ഉണ്ടാവും ഗൈസ്. ഓക്കെ, ഉണ്ടാവും. അത് എന്തൊക്കെ വന്നാലും ആരെങ്കിലും ഒരാൾ വീഡിയോ എന്തായാലും എടുക്കും. അത് നമ്മൾ പ്രോമിസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇനി വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാരും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം അല്ലേ? ഉണ്ട്, ഞാനുണ്ട്. അല്ല, നീ വേണമെന്നില്ല, ഉണ്ടാവില്ലേ? നിങ്ങൾ വേണം. നിങ്ങൾ ഉണ്ടായാലേ നമ്മള് കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, പാത്രം കഴുകുകയാണ്. ഹലോ ഗൈസ്, സാധാരണ ഞാനാണ് അവിടെ പ്ലേറ്റ് കഴുകല്. അല്ല
അപ്പൊ guys, ഇന്നിപ്പോ സജ്ജു ആണ് കേൾക്കുന്നത് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇത് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇന്ന് മാത്രമേ ബാക്കി ഞാൻ കഴിക്കോളാം. കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഇതിപ്പോ എനിക്ക് ഗൈസ് എനിക്ക് തലവേദന ഹെഡ് ഏക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് പറയണ്ട എനിക്ക്. ഒന്നും പറയാം. ആ, ഈ പണി വേണം എടുത്തോട്ടോ. ഓക്കെ, പെട്ടെന്ന് ഫുഡ് അവിടെ എത്തിക്കാം. ഗായ്സ്, സജ്ജു ഇവിടെ ഇരുന്ന് എന്തോ കാണുകയാണ് ഗായ്സ്. എന്താണ് കാണുന്നത് ഗായ്സ്? പറയൂ. സിനിമ ആണ്. ആ, നമുക്ക് അപ്പുറത്തുള്ള ആളെ അവസ്ഥ എന്താ ഗൈസ് നോക്കാം. ഇവിടെ അറിയില്ലല്ലോ. അബ്ദുലിനോട് ഞാൻ പറഞ്ഞു ലൈറ്റും ഫാനൊക്കെ ഓഫ് ആക്കണം. ഇവിടെ അബ്ദുലുള്ളൂ ഗൈസ്. ഗൈസ്, കുക്കർ ഏത് നിമിഷവും പൊട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഗൈസ്, കിച്ചൺ ഏകദേശം സജു ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അബ്ദു ബാത്റൂമിനാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് ഇപ്പോൾ എഴുതി കഴിഞ്ഞു. ഇപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ. കുറേ ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട് ഗൈസ്. ഗൈസ്, കുക്കർ 2 വിസിലായിട്ടുള്ളൂ എന്ന് അബ്ദു പറഞ്ഞു. ഗൈസ്, നമ്മളിത് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അത്താഴത്തിലേക്കുള്ള സാധനം ഫ്രഷ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ. ഓക്കെ, ഫ്രിഡ്ജിൽ ഇതാണ് അവസ്ഥ. ഓക്കെ ഗൈസ്, ന്യൂട്രലൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ അബ്ദു പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇപ്പോൾ തന്നെ കഴിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറക്കം വരില്ല എന്നാണ് പറയണത് ഗൈസ്. അല്ല അബ്ദു, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പുലർച്ചയ്ക്ക് ഇനി അബ്ദുവിന് എണീക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എണീക്കാൻ പറ്റില്ലെന്നല്ല, ഇപ്പൊ കഴിച്ച് പുലർച്ചയ്ക്ക് സുബഹിസ്കരിച്ചിട്ട് കിടക്കുക. ആ, ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ അബ്ദുവിൻ്റെ പ്ലാനിങ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്ലാനിങ്ങിലൂടെ സഞ്ചരിക്കാം. അതുകൊണ്ട് ഫുഡ് നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാം. ഓക്കെ, ഫുഡിന് എന്തൊക്കെയാണ് അബ്ദൊന്ന് സ്പെഷ്യലൈസ് ചെയ്യൂ. ചെറുപയർ കറി, ചെറുപയർ കറി, പിന്നെ നല്ല കോഴിമുട്ട, ചോറ് ഇത് അവിടെ ഉണ്ട്. ചോറ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അച്ചാറ്, പിച്ചാറ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ അത്താഴത്തിന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോകണം കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങും. പിന്നെ നമ്മൾ സുബൈക്ക് എണീച്ചിട്ട് സുബൈസ്കരിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം എണീച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ്സിന് പോകാനുള്ളതുകൊണ്ട് 12 മണിക്ക് ക്ലാസ്സാണ്. അപ്പോൾ അതൊക്കെ കൂടി നടക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ എല്ലാം കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോകണം കേസ്. ഓക്കെ ഗൈസ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. തൈരുണ്ട്, അച്ചാറുണ്ട്, എഗ്ഗ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ചെറുപയർ, ചോറ്, പൊടി. ശരി, ഇത് നമ്മളെ ഫുഡ് ഇവിടെ ഉണ്ട്. നമുക്കുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, സോ ഫുഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.